കൊച്ചി കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി വന്നതോടെ രാഷ്ട്രീയ വാക്പോരിൽ വീണ്ടും പുകയുകയാണ് ബ്രഹ്മപുരം. മാലിന്യ പ്രശ്നം പരിഹരിച്ചെന്ന പഴയ ഭരണസമിതിയുടെ അവകാശവാദം യാഥാർത്ഥ്യമല്ലെന്ന് മേയർ വി.കെ. മിനിമോൾ പറയുന്നു. ആരോപണങ്ങൾ അഴിമതിക്ക് കളമൊരുക്കാനാണെന്നാണ് മുൻ മേയർ തിരിച്ചടിച്ചത്. ബ്രഹ്മപുരത്ത് പുതിയ മാസ്റ്റർ പ്ലാനിന് തയ്യാറെടുക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നാടിനെ പുകയിൽ മുക്കിയ തീപിടുത്തമുണ്ടായിട്ട് വർഷം 3 ആകുന്നു. 13 ദിവസം നീണ്ട രാപ്പകലത്ത അധ്വാനത്തിലൂടെയാണ് പുകയണച്ചത്. പക്ഷേ രാഷ്ട്രീയ വിവാദം പുകഞ്ഞുകൊണ്ടേയിരുന്നു. പുതുതായി ചുമതലയേറ്റ മേയർ വി.കെ. മിനിമോൾ ബ്രഹ്മപുരം സന്ദർശനം നടത്തിയ പ്രസ്താവനയാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ബ്രഹ്മപുരം സന്ദർശിച്ച് തൽസ്ഥിതി വിലയിരുത്തിയാണ് മേയർ വി.കെ. മിനിമോൾ പഴയ ഭരണസമിതിക്കെതിരെ രംഗത്ത് വന്നത്. ബയോമൈനിംഗ് നടത്തി വീണ്ടെടുത്ത 104 ഏക്കർ സ്ഥലം പുഴയിൽ മുങ്ങിയ സ്ഥിതിയിലാണ്. മാലിന്യങ്ങൾ പ്രോസസ്സിംഗ് നടത്താതെ കൂട്ടിയിട്ടതിനാൽ പ്ലാസ്റ്റിക് മലയേക്കാൾ വലിയ മല രൂപപ്പെട്ടു. BPCL സഹകരണത്തോടെ സ്ഥാപിച്ച CBG പ്ലാന്റ് മാത്രമാണ് വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നത്. 2.5 ലക്ഷം ടണ്ണോളം മാലിന്യം ഇനിയും സംസ്കരിക്കാനുണ്ട്. പഴയ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളാണിത്. ബ്രഹ്മപുരത്ത് പുതിയ പദ്ധതികൾ നടപ്പാക്കേണ്ടി വരും. മന്ത്രിയും മുൻ മേയറും ക്രിക്കറ്റ് കളിച്ച ഭൂമിയടക്കം പുഴയെടുത്തുവെന്നാണ് പുതിയ ഭരണസമിതിയുടെ ആരോപണം. കൊച്ചി നഗരസഭ സ്വന്തമായിട്ട് ബ്രഹ്മപുരത്ത് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസിനറേറ്ററിന്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. കളക്ഷനും അതിന്റെ റണ്ണിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ പെർ ഡേ 4 ടൺ വരെ കൊച്ചി നഗരസഭയ്ക്ക് സ്വന്തമായി സംസ്കരിക്കുന്ന രീതിയിലേക്ക്, വേസ്റ്റ് സംസ്കരിക്കുന്ന രീതിയിലേക്ക് ഈ സാനിറ്ററി പാഡ്സും ഡയപ്പേഴ്സും സംസ്കരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കും. വസ്തുതാവിരുദ്ധമായ പ്രതികരണങ്ങളാണ് മേയറുടേതെന്ന് മുൻ മേയർ M. അനിൽകുമാർ പറഞ്ഞു. ബയോമൈനിങ്ങിലൂടെ ഭൂമിയുടെ നിരപ്പ് താഴ്ന്നെന്നും വേലിയേറ്റത്തിൽ വെള്ളം കയറാതിരിക്കാൻ കടമ്പ്രയാറിൽ സംരക്ഷണ ഭിത്തി കെട്ടുകയാണ് പരിഹാരമെന്നും അനിൽകുമാർ. വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ബ്രഹ്മപുരത്ത് നടത്തിയ ബയോമൈനിങ് പ്രവർത്തനങ്ങൾക്ക് ശേഷം 2 മീറ്ററോളം ആഴത്തിൽ കുഴിച്ചു അവിടെയുള്ള മാലിന്യം എടുത്ത് മാറ്റിയപ്പോൾ സംഭവിച്ചത് ഭൂമി താന്നു പോയിട്ടുണ്ട്. ബാലൻസ് മണ്ണ് മാത്രമാണ് അവിടെ ഇട്ടിട്ടുള്ളത്. ഭൂമി കുഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊരു പാടമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ വെള്ളം കയറി കിടക്കും. അതിനൊറ്റ കാര്യം ചെയ്താൽ മതി, കടമ്പ്രയാറിൻ്റെ സൈഡ് കെട്ടിയാൽ മതി. കൊച്ചി കോർപ്പറേഷന്റെ മാത്രമല്ല, സമീപ പഞ്ചായത്തുകളിലെ മാലിന്യങ്ങളടക്കം സംസ്കരിക്കാനുള്ള പദ്ധതിയാണ് പുതിയ ഭരണസമിതിയുടെ ആലോചനയിൽ. ദിവസങ്ങളോളം കൊച്ചിയെ വിഷപ്പുകയിൽ മുക്കിയ ബ്രഹ്മപുരത്തിന്റെ പേരിൽ പരസ്പര പഴിചാരലല്ല വേണ്ടത്, പകരം ശാശ്വത പരിഹാരമാണ്. വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കൊച്ചി എങ്ങനെ താങ്ങുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. പുതിയ പദ്ധതി വേണ്ടിവരുമെന്ന് പ്രഖ്യാപിച്ചതോടെ ബ്രഹ്മപുരത്തിനായി വീണ്ടും കോടികൾ പൊടിയുമെന്ന് ഉറപ്പായി. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.